നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീടുകളിൽ നാരങ്ങ മേടിച്ചിട്ട് നാരങ്ങ വെള്ളം പിഴിയുകയെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി എടുത്ത് കളയാറാണ് പതിവ്. ഇനി അത് കളയരുത്. ഇപ്പോൾ നാരങ്ങ തൊലിക്ക് വൻ ഡിമാൻഡാണ്. ഇപ്പോൾ കൊടുത്താലും കാശ് കിട്ടുന്ന ഒരവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിനി വാങ്ങണമെങ്കിലും കാശ് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഡിമാൻഡാണ് ഈ നാരങ്ങ തൊലി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. നാരങ്ങയേക്കാൾ പോഷക സമൃദ്ധം നാരങ്ങയുടെ തൊലി കളയല്ലേ. വിറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ കലവറയായ നാരങ്ങ തൊലി ക്യാൻസർ പ്രതിരോധത്തിനും ഹൃദയാരോഗ്യ സംരക്ഷണത്തിനുമടക്കം സഹായിക്കും. നാരങ്ങ നീരിനേക്കാൾ പോഷക സമൃദ്ധമായ ഒന്നാണ് അതിൻ്റെ തൊലി എന്നത് ഇന്ന് പലർക്കും പുതിയ അറിവായിരിക്കും. നാരങ്ങയുടെ പോഷകങ്ങൾ ഏറെ അടങ്ങിയിട്ടുള്ളത് അതിൻ്റെ തോടിലാണ്. വിറ്റാമിൻ സി, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയുടെ കലവറയായ നാരങ്ങ തൊലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മടി കാണിക്കേണ്ട. നാരങ്ങയുടെ ഉള്ളിലെ നീരിനേക്കാൾ 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെ വിറ്റാമിനുകൾ അതിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ശാസ്ത്രീയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേവലം 1 ടേബിൾ സ്പൂൺ ഏകദേശം 6 ഗ്രാം നാരങ്ങ തൊലിയിൽ നിന്ന് തന്നെ ഒരാൾക്ക് ഒരു ദിവസം ലഭിക്കേണ്ട വിറ്റാമിൻ സിയുടെ 9% ലഭിക്കുന്നു. കൂടാതെ എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ കാൽസ്യം, പേശികളുടെ ആരോഗ്യത്തിന് വേണ്ട പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയും ഇതിൽ ഗണ്യമായ അളവിലുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹന പ്രക്രിയയെ സുഗമമാക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നാരങ്ങ തൊലിയുടെ ഏറ്റവും വലിയ സവിശേഷത അതിലടങ്ങിയിരിക്കുന്ന അർബുദ വിരുദ്ധ ഘടകങ്ങളാണ്. തൊലിയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ഡി ലിമോണിൻ എന്ന സംയുക്തത്തിന് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടാതെ സാൽവസ്ട്രോൾ ക്യൂ എന്ന ഘടകം അർബുദ കോശങ്ങളെ നേരിട്ട് നശിപ്പിക്കാൻ സഹായിക്കുന്നു. ശ്വാസകോശ ക്യാൻസർ, സ്തനാർബുദം, കുടലിലെ ക്യാൻസർ തുടങ്ങിയവയുടെ സാധ്യതകൾ കുറയ്ക്കാൻ നാരങ്ങ തൊലിയുടെ ഉപയോഗം ഫലപ്രദമാണെന്ന് വിവിധ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടാകുന്ന നാശത്തെ തടയുകയും DNA ഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഹൃദയാരോഗ്യവും കൊളസ്ട്രോളും. ഹൃദയധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നാരങ്ങ തൊലിയിലെ ഘടകങ്ങൾ സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പോളിഫെനോൾ ഫ്ലവനോയിഡുകൾ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയുടെ സാധ്യതകളെ വലിയ തോതിൽ തടയുന്നു. അമിത ഭാരവും പൊണ്ണത്തടിയുമുള്ള കൗമാരക്കാരിൽ നാരങ്ങ തൊലി അടങ്ങിയ സപ്ലിമെൻറ്റുകൾ കഴിച്ചവരുടെ രക്തസമ്മർദ്ദവും ചീത്ത കൊളസ്ട്രോളും കുറഞ്ഞതായി ഇറാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തിയ പഠനത്തിൽ പറയുന്നു. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഇതിലെ ഫ്ലവനോയിഡുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണകരമാണ്. വായിലെ ആരോഗ്യത്തിന് നാരങ്ങ തൊലി ഒരു മികച്ച ഔഷധമാണ്. മോണരോഗങ്ങൾക്കും ദന്തക്ഷയത്തിനും കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഇതിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സി കുറഞ്ഞാൽ ഉണ്ടാകുന്ന സ്കർവി പോലുള്ള രോഗങ്ങളെ തടയാനും ഇത് സഹായിക്കുന്നു. ഉമിനീർ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കാനും ദഹനരസങ്ങൾ കൃത്യമായി ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഇത് മെച്ചപ്പെടുത്തുന്നു. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: നാരങ്ങ തൊലി ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് നന്നായി കഴുകി കീടനാശിനികൾ നീക്കം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബേക്കിംഗ് സോഡ ചേർത്ത വെള്ളത്തിലോ വിനാഗിരിയിലോ കുറച്ചു നേരം ഇട്ട് വച്ചതിന് ശേഷം കഴുകുന്നത് ഉചിതമായിരിക്കും. നാരങ്ങ തൊലി ഉണക്കിപ്പൊടിച്ച് ഭക്ഷണത്തിലോ ചായയിലോ ചേർക്കാം. നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാലഡുകളിലോ കറികളിലോ ഇത് ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മാരകമായ രോഗങ്ങളെ തടയാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും സഹായിക്കുന്ന ഈ പ്രകൃതിദത്ത ഔഷധം മിതമായ അളവിൽ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഏറെ ഗുണം ചെയ്യും. അപ്പോൾ ഇത്രയേറെ സവിശേഷത ഉള്ളതാണ് ഈ നാരങ്ങ തൊലി. ഇതിൻ്റെ പ്രത്യേകതകൾ എല്ലാവരും മനസ്സിലാക്കിയ പിന്നെയാണ് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.